നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓഫീസിലെ ചതി അറിഞ്ഞ അന്ന് മുതൽ ഞാൻ ജോത്സനെ വിളിക്കുകയാണ്. പഴയ കോണ്ടാക്ട്സ് എല്ലാം അവൾ ഉപേക്ഷിച്ചു. അണിയറയില് വലിയ ചതി ഒരുങ്ങുന്നുണ്ട് ഗൗതം. ഇനി ഇവിടെ ഓണവും ആഘോഷവും ഒന്നും വേണ്ട. എല്ലാം ഇവിടെ വെച്ച് നിർത്താം. അതാണ് നല്ലത്. ആഘോഷിക്കാനുള്ള മൂഡ് മുഴുവൻ പോയി. പ്രൈവറ്റ് നമ്പർ. ഹലോ, ഗൗതം ഗോപിനാഥ്. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഗൗതം? പുലികൾക്കിടയിൽ ഒരു വെടിക്കെട്ട് പ്രതീക്ഷിച്ചില്ലല്ലേ? ഹൂ ആർ യു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താടാ? മുംബൈയിൽ നിന്ന് വന്ന ഷാർപ്പ് ഷൂട്ടർ എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നെ ഇല്ലാതാക്കാൻ മുംബൈ ഇറക്കുമതി പോരാന്ന് മനസ്സിലായില്ലേ? അടുത്ത തവണ ആളെ ഇറക്കുമ്പോ നീ ഏതെങ്കിലും ഫോറിൻ കൺട്രീസ് പിടിക്കുക. അവിടെ ഉള്ളവർ വന്ന് എന്റെ ശരീരത്തിൽ ഉന്നം നോക്കിയിട്ട് പോട്ടെ. നിനക്ക് തെറ്റി ഗൗതം. നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഈശ്വരമംഗലത്തെ സന്തോഷ നിമിഷങ്ങൾക്കിടയിൽ ഒരപസ്വരം. എല്ലാം ഒന്ന് കുളമാക്കുക. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് നടന്നു. ഇതൊരു തുടക്കമാണ്. യുദ്ധത്തിന്റെ തുടക്കം മാത്രം. മറഞ്ഞിരിക്കാതെ നേരിട്ട് വാ. നേർക്ക് നേർ ഫൈറ്റാണ് പുരുഷ ലക്ഷണം, ഒളിപ്പോരല്ല. വെയിറ്റ് ആൻഡ് സീ. ആരെയാണ്? ആരുമാവട്ടെ, നമ്മുടെ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കായിരുന്നു അയാളുടെ ഉദ്ദേശം. അത് നടക്കാൻ പാടില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ സന്തോഷം ഫോട്ടോസും വീഡിയോസുമായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. അതാണ് അയക്കുള്ള എന്റെ മറുപടി. ആ ദുഷ്ടന്മാരെ വെറുതെ പ്രകോപിപ്പിക്കണ്ട മോനെ. വേണം. ശത്രു ആരായിരുന്നാലും അവന്റെ വെടിക്കെട്ട് ഈശ്വരമംഗലത്തിന് വെറും പൊട്ടാസ് പൊട്ടുന്നത് പോലെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആന്റിക്ക് 100-ൽ 100 മാർക്ക്. ഈ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇരട്ടി സന്തോഷത്തോടെ ഇത് ആഘോഷിക്കണം. ഊണ് കഴിക്കാം. സദ്യ റെഡിയാ. ഞാൻ ഊഹിച്ച പോലെ തന്നെ എന്നെ വിളിച്ച ഒരു സാറ്റലൈറ്റ് ഫോണിൽ നിന്നാ. വിളിച്ച ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. സാറ്റലൈറ്റ് ഫോണുകൾ ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. അപ്പൊ പിന്നെ ഈ കോള് വന്നത് വിദേശത്ത് നിന്നാണെന്ന് അർത്ഥം. അക്കാര്യം തീർത്തു പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോണിന് ലൈസൻസ് ഉള്ള ആളുമുണ്ട്. അതുപോലെ ടെററിസ്റ്റുകളും മറ്റും നിയമവിരുദ്ധമായി സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കാറുണ്ട്. ടെററിസ്റ്റുകളോ? അവർക്കെന്തിനാ നമ്മളോട് വിരോധം? പാറോ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഓരോരോ സാധ്യതകൾ പരിശോധിക്കുന്നുള്ളൂ. വെറുതെ ഭീഷണിപ്പെടുത്താനായിരുന്നു ആ വെടിവെപ്പെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഉന്നം തെറ്റിയതുകൊണ്ട് തന്നെയാ ജീവൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് അയാൾ വീണത് വിദ്യയാക്കി വിരട്ടിയതാണെന്ന് വെറുതെ അവകാശപ്പെടുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. മിഥുന് പിന്നിൽ ചരട് വലിച്ചുള്ള വിദേശത്താണെന്ന് നമുക്കറിയാലോ. അതെ ഗൗതം, മിഥുൻ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ച ആ ശത്രു തന്നെയാവോ ഈ ആക്രമണത്തിന് പിന്നിൽ? നിങ്ങൾ എന്തൊക്കെയാ മക്കളെ ഈ പറയുന്നത്? മിഥുന് പിന്നിൽ മറ്റൊരാളോ? ആരയാള്? അറിയില്ല പാറു. ശ്ശോ, അണിയറയിൽ ചില പടയൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മിഥുന് പിന്നിൽ പ്രവർത്തിച്ച അതേ ആളാവാം ഇന്നത്തെ ഷൂട്ടൌട്ടിന് പിന്നിൽ. എന്റെ ഈശ്വരാ, അതേ ശത്രു തന്നെയാവാം ജോൽസിനെ വിലക്കെടുത്ത് നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചത്. ഈശ്വരാ. ജോത്സ്യം പറഞ്ഞത് ഓരോന്നും അച്ചട്ടായി നടക്കുക. 30 വയസ്സ് തികയുന്നത് വരെ പല അപകടങ്ങളും നടക്കുന്ന അദ്ദേഹം മുന്നറിയിപ്പ് തന്നതാ. ശരിയാ അമ്മ പറഞ്ഞത്. നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും നമ്മുടെ താലികെട്ട് ചടങ്ങ് ഇനി മുടങ്ങാൻ പാടില്ല. ഒന്നും മുടങ്ങില്ല. താലികെട്ടും ബർത്ത്ഡേ ഫംഗ്ഷനും ഒക്കെ നടക്കും. അത് കഴിഞ്ഞ് അജ്ഞാതനായ ശത്രുവിനെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. കല്യാണം കഴിഞ്ഞുള്ള നിങ്ങളുടെ ആദ്യത്തെ ഓണം ഇങ്ങനെ കലാശിച്ചതിലേ ഉള്ളൂ സങ്കടം. ഓണം നമ്മൾ അടിച്ചു പൊളിച്ചല്ലോ, പിന്നെന്താ? ഇനിയും ഒരുപാട് ഓണങ്ങൾ വരാനിരിക്കുന്നു. ഓരോ ഓണം കഴിയും തോറും നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ അംഗസംഖ്യ കൂട്ടിക്കൊണ്ടേയിരിക്കും, അല്ലേ നിധി? എന്നാ ശരി, നിങ്ങൾ ഉറങ്ങിക്കും. പകലത്തെ ക്ഷീണം മുഴുവൻ കാണും എല്ലാവർക്കും. ശരിയെന്നാ. ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ജോത്സര് പറഞ്ഞ കാര്യം ഗൗതമിനോട് പറയാമായിരുന്നു. അതുകൂടി ശരിയാവാതെ ഗൗതമിന്റെ ദോഷം പൂർണ്ണമായും മാറില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളുടെ എക്സ്ക്യൂസുകളൊന്നും എനിക്ക് കേൾക്കണ്ട. സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ എത്ര കഴിഞ്ഞു? ഇതുവരെ ഒരു പ്രതിയെ പോലും പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലെ VIP-കളുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാ ഉള്ളത്? എത്രയും വേഗം ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ചോദ്യം പ്രതീക്ഷിച്ചോളൂ. ആന്റി, പുലികളി നടക്കുമ്പോ തന്നെ ആ തോക്കുകാരൻ അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. അയാൾ ഉന്നം പിടിച്ചത് പുലിയല്ലായിരുന്നു എന്ന് ക്ലിയർ ആയിരുന്നു. എന്നിട്ട് നീ എന്താടി അതപ്പ പറയാതിരുന്നത്? ഗൗതമിന് അപകടം വരാൻ നീയും ആഗ്രഹിച്ചിരുന്നോ? അയ്യോ ആന്റി, ഞാൻ കരുതിയത് അയാൾ നിധിയെ ഷൂട്ട് ചെയ്യുമെന്നാ. അവളെ തട്ടിക്കൊണ്ടുപോവാൻ ആരോ വരുമെന്ന് ആന്റി പറഞ്ഞില്ലായിരുന്നോ? ആ ടീമാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇന്നാലും ആ കിഡ്നാപ്പിംഗ് ടീം വരാതിരുന്നത് എന്താ? ഇന്ന് നിധിയെ തട്ടിക്കൊണ്ട് പോകുന്നല്ലേ അവര് പറഞ്ഞത്? ദേ, ആന്റി അവരെ വിളിച്ച് കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കണം. ഗുണ്ടകളായ ഇത്ര ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കരുത്. ആന്റിയുടെ പവർ എന്താണെന്ന് അവരൊന്ന് അറിയട്ടെ. വിളിക്കാന്റി. നിന്നെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊല്ലണ്ടെങ്കി നീ എന്റെ കൺമുമ്പിൽ നിന്ന് പൊയ്ക്കോ. ഇപ്പോ ഈ നിമിഷം എനിക്ക് ഗൗതമിന്റെ ജീവനെ കുറിച്ച് മാത്രമേ ടെൻഷനുള്ളൂ. അതിനേക്കാൾ വലുതല്ല എനിക്ക് നിധിയോടുള്ള പക. മിഴിച്ചു നിൽക്കാതെ എന്റെ കൺമുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ. ഇതോടെ ഈ തള്ളക്ക് നിധിയോടുള്ള എതിർപ്പ് മുഴുവൻ മാറുമെങ്കിൽ ഞാൻ തേഞ്ഞു. ദൈവമേ, ആ തോക്ക് തട്ടിക്കളയാൻ എനിക്ക് എന്താ തോന്നാൻ തരുന്നത്? എത്രയാ? 100. മോളെ, ഈശ്വരമംഗലത്ത് കുഴപ്പം വല്ലതും ഉണ്ടോ? ശിവാനി വീണ്ടും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ? അയ്യോ, എന്റെ അമ്മാവ വെറുതെ ടെൻഷൻ അടിക്കാതെ. ഒക്കെ ഞാൻ പറയാം, വാ അമ്മാവൻ വാ. പുറത്തുപോയ ഏട്ടനെ നീ തിരിച്ചു വിളിച്ചോണ്ടെന്നോ? ഇവൾക്കെന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ പോവാ. അടുത്ത വ്യാഴാഴ്ച ഗൗതമിന്റെ ബർത്ത്ഡേയാ. അപ്പോ ഗ്രാൻഡ് പാർട്ടി ഉണ്ടാവില്ലേ? അതൊക്കെയുണ്ട്. അതൊക്കെ ഗൗതം തന്നെ നിങ്ങളോട് പറയും. പ്രധാനപ്പെട്ട കാര്യം അതല്ല.
പിറന്നാളിന് മുൻപ് മുടങ്ങിപ്പോയ താലികെട്ട് നടത്തണമെന്നാ ജോത്സ്യര് പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച തന്നെ അതിന് മുഹൂർത്തം കുറിച്ചിരിക്കുക. നേരാണോ മോളെ? അതെ. അതെങ്ങനെ ശരിയാവും? ശിവാനിയുടെ കല്യാണം നടത്തിയിട്ടേ നിങ്ങളുടെ താലികെട്ട് നടത്തൂന്ന് നീ പ്രതിജ്ഞ എടുത്തിരിക്കല്ലേ? ചേച്ചിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അത് തിരുത്തണമെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് നല്ല ബുദ്ധി തോന്നിയതിൽ സന്തോഷിക്കാ വേണ്ടത്. എന്ത് നല്ല ബുദ്ധി! പെണ്ണുങ്ങളായ വാക്കിന് വില വേണം. വാക്കല്ലാതെ പിന്നെ നാക്ക് മാറ്റാൻ പറ്റുമോ? ഏട്ടത്തി പറയുന്നൊന്നും നീ കാര്യാക്കണ്ട മോളെ. ശിവാനിയുടെ കല്യാണം പിന്നെ നമുക്ക് സൗകര്യം പോലെ നടത്താം. നീതി കാണിക്കുന്നത് ദൈവദോഷ. ഇവളുടെ പ്രവൃത്തിയുടെ ശാപം ഗൗതമോന്റെ ആയുസിനെ ബാധിക്കാതിരുന്നാ മതിയായിരുന്നു. ഇല്ലമ്മായി, ഗൗതമിന്റെ 30-ാം പിറന്നാളിന് മുൻപ് തന്നെ ഈ ചടങ്ങ് നടന്നില്ലെങ്കിലാ ആയുസിന് ദോഷം. ഗൗതമിന് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അതുകൊണ്ടാ എന്റെ പ്രതിജ്ഞ ലംഘിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇതാണ് ശരിയായ തീരുമാനമെന്നാണ് ജോത്സ്യരും പറഞ്ഞത്. ആ കള്ള ജോത്സ്യനായി ഈ നാടിന്റെ ശാപം. അയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. വാക്ക് തെറ്റിക്കാൻ പറയുന്ന ലോകത്തെ ആദ്യത്തെ ജോത്സ്യനായിരിക്കും അയാള്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. വ്യാഴാഴ്ച തന്നെ ഗൗതമിന്റെയും മോളുടെയും താലികെട്ട് നടക്കും, അത് തീർച്ച.